ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ IPL ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കുറഞ്ഞു, അതുപോലെ തന്നെ മാച്ച് കാണാനുള്ള ഇൻട്രസ്റ്റ് തുടങ്ങി, ഡ്രീം ലെവലിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു, മൊത്തത്തിൽ ടോട്ടലി ഒന്ന് ഡൗൺ ആയി. ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. സംഭവം ഈ ഗ്യാപ്പ് ആയപ്പോൾ ഒരു മാതിരി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ ഡ്രീം ഇലവൻ കളിക്കാനും കാണാനായിട്ടുള്ളൊരു ആ ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ പോയി. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് SRH ലക്നോൻ്റെ പ്രിവ്യൂ ആണ്. മാച്ച് നമ്പർ 61 വെറും 74 മത്സരങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നീട്ടി ഏകദേശം ജൂൺ 3 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ലക്നോയും SRHും SRH ഓൾറെഡി നമ്മുടെ ഫോം ഔട്ട് ആയിരിക്കുകയാണ്, അതായത് നോക്കൗട്ട് ആയിരിക്കുകയാണ് നമ്മുടെ പ്ലേ ഓഫ് സീസൺ ഈ ഒരു സീസണിന്. ബട്ട് LSTക്കുള്ള ചാൻസസ് ഉണ്ട്. സോ അവർ ഇനിയുള്ള മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിൻ ചെയ്യും വേണം. പക്ഷേ LSTയുടെ മുകളിലും താഴെയുള്ള ടീമൊക്കെ തോറ്റു വരുവാണ്. എന്നാൽ ഒരു പ്ലേ ഓഫിലോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മത്സരം നടക്കുന്നത് മെയ് 19 കൃത്യം 7:30 എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്നെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അതായത് നമ്മുടെ ലക്നോവിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ ലക്നോ പ്ലേയേഴ്സിന് ലക്നോയിൽ ആ ഒരു ടീമിന് കുറച്ചുകൂടെ നന്നായി കളിക്കാൻ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അവരുടെ ഹോം ഗ്രൗണ്ടാണ്, അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ആ ഒരു സപ്പോർട്ടും മൊത്തത്തിൽ ടോട്ടലി അവർക്ക് കുറച്ച് നന്നായി കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഈ ഒരു ഗ്രൗണ്ടിൽ ആവറേജ് സ്കോറായിട്ട് പറയുന്നത് 165 റൺസിന് മുകളിലോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ലാസ്റ്റ് നടന്ന 18 മത്സരങ്ങളിൽ IPL മാച്ചസിൽ അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ടീം വിൻ ചെയ്തത് 8 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം വിൻ ചെയ്തത് 10 പ്രാവശ്യമാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താലും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്താലും ഇവിടെ വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് എന്നാൽ കൂടെ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ്. ഓക്കെ, ബൗണ്ടറി കുറച്ച് വലുതാണ്, ബാലൻസ്ഡ് ആണ്. പേസ് ബോളേഴ്സിനും നല്ല രീതിയിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സ് ടോട്ടലി ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളുണ്ടല്ലോ, ഏകദേശം 18 മത്സരങ്ങളാണ്. അതിൽ ഫാസ്റ്റ് ബോളേഴ്സ് 137 വിക്കറ്റും സ്പിന്നേഴ്സ് 83 വിക്കറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. അതായത് സ്പിന്നേഴ്സ് കാട്ടിലും ഏകദേശം ഒരു 30, 40, 50 ആ ഒരു 50 വിക്കറ്റോളം കൂടുതലോളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ്. പിന്നെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സീമേഴ്സിന് ബൗൺസ് കിട്ടും. സോ അതുകൊണ്ട് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാകും, വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ ഇതൊരു ബൗൺസ് വരുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല ഈ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സ്പിന്നേഴ്സിലും സ്ലോ ഡൗൺ ആവണം. സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് സെക്കൻഡ് ഇന്നിങ്സിലാണ് സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ജനറലി ഇതൊരു ബാറ്റിംഗ് ഗ്രൗണ്ട് തന്നെയാണ്. സോ അത്യാവശ്യം റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ടോട്ടലി LSTയും SRHും 5 മത്സരമാണ് കളിച്ചിട്ടുള്ളത്. LST 4 പ്രാവശ്യവും SRH 1 പ്രാവശ്യമാണ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിനി പറയാൻ പോകുന്നത് ഓരോ ടീമിൻ്റെയും പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ്. അതിന് മുന്നേ നമുക്ക് IPLൻ്റെ പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം, ഏത് ടീമിൽ കയറും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഒന്ന് പോയിന്റ് ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, RCB ആണ് പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്നത്. 12 മത്സരത്തിൽ ഏകദേശം 8 വിജയം കരസ്ഥമാക്കി 17 പോയിന്റിൽ ഫസ്റ്റ് നിൽക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പഞ്ചാബും തേർഡ്, അതുപോലെ GT സെക്കൻഡ്, അങ്ങനെയൊക്കെയാണ് പോയിൻറ്റ്സ് പോയിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു മത്സരം നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ അതിൽ പഞ്ചാബാണ് വിൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, പഞ്ചാബ് രാജസ്ഥാനും തമ്മിൽ. ആ പോയിന്റ് കൂട്ടിയോ ഇല്ലയോ അറിയില്ല. അപ്പോൾ ഒരു കൂട്ടിയെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ബട്ട് എന്നാൽ കൂടെ പഞ്ചാബ് പ്ലേ ഓഫിലോട്ട് കയറാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് GT. മുംബൈ ഇന്ത്യൻസിന് 2 മത്സരമുണ്ട്, 2ഉം വിൻ ചെയ്താലേ പ്ലേ ഓഫിലോട്ടെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. ദെൻ അതുപോലെ തന്നെ ഡൽഹിക്കും കയറി വരാം ഈസി ആയിട്ട്. ഇനിയുള്ള 3 മത്സരങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ 6 പോയിന്റ് കിട്ടും, അതായത് 119 പോയിന്റ് കിട്ടും. 19 പോയിന്റ് കിട്ടും. അതോടെ അവർക്ക് പ്ലേ ഓഫിലോട്ട് കയറാം. അപ്പോൾ ഏത് ടീം വേണേലും നന്നായി പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ കൂടുതൽ പെർഫോമൻസ് LST തന്നെയാണ്. LSTക്ക് കുറച്ച് സപ്പോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിന്നിങ് ചാൻസസ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. സോ LSTത്തെ കീ പ്ലെയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ആദ്യം മാർക്കുമാണ്. അദ്ദേഹത്തെ പറ്റി ആദ്യം പറയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ അദ്ദേഹം 6 ഇന്നിങ്സ് കളിച്ച് 3 വിക്കറ്റ് 197 റൺസുമാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് SRHുമായിട്ട് 2 മത്സരം കളിച്ച് 28 റൺസ് എടുത്തിട്ടുള്ളൂ. കറൻ്റ്ലി ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ലാസ്റ്റ് 2 മത്സരങ്ങളിൽ ഡീസൻറ്റ് റെക്കോർഡാണ്. 3 ഫെയിലിയേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ.
മിച്ചൽ മാർഷാണ് അടുത്തായിട്ടുള്ളത്. ഗ്രൗണ്ടിൽ 5 മത്സരം കളിച്ചിട്ട് 135 റൺസാണ് എടുത്തിട്ടുള്ളത്. ദെൻ നിക്കോളസ് പൂർണ്ണാണ് ഈ ഒരു ഗ്രൗണ്ടിൽ 19 ഇന്നിങ്സ് കളിച്ചിട്ട് 359 റൺസും 51 റൺസ്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 9 മത്സരം കളിച്ചിട്ട് 311 റൺസ് കൊടുത്തിട്ടുണ്ട്. 62 റൺസ് പെർ മാച്ച് ആവറേജ് ആണ്. ഈ ഒരു സീസണിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 6 മത്സരം കളിച്ച് 129 റൺസും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 551 റൺസാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് വലിയ റെക്കോർഡ്സ് ഉണ്ട്, ബട്ട് എന്നാലും ഈ ഒരു റീസണിലെ ഫോം ഔട്ട് തന്നെയാണ്. ദെൻ ആയുഷ് ബദോനി കിഡിലൻ പ്ലെയറാണ്. എല്ലാ മാച്ചും ഡ്രീം ടീമിൽ കയറാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അതുപോലെ നല്ല റൺസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ടിൽ 16 ഇന്നിങ്സ് കളിച്ചിട്ട് 373 റൺസും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 3 മത്സരം കളിച്ച് 80 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 5 മത്സരത്തിൽ 3 50s അദ്ദേഹം നേടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ കറൻ്റ്ലി നല്ല ഫോം ഔട്ടാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 ഇന്നിങ്സ് കളിച്ചിട്ട് 73 റൺസ് എടുത്തുള്ളൂ. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 16 ഇന്നിങ്സ് കളിച്ചിട്ട് 286 റൺസാണ് നേടിയിട്ടുള്ളത്. പ്യൂർ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. അബ്ദുൾ സമാദ് 6 മത്സരം കളിച്ച് 71 റൺസ് എടുത്തുള്ളൂ. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 1 മത്സരം കളിച്ച് 22 റൺസും. ആവേശ് ഖാൻ ആണെങ്കിൽ 9 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 6 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ചിട്ട് 14 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു SRH ആയിട്ടുള്ളൊരു റെക്കോർഡ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ SRHലൊരു 3-4 പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ വിക്കറ്റ് ചെറപറയെന്ന് പോകും. അത് ഇന്നും അങ്ങനെ തന്നെ അന്നും അങ്ങനെ തന്നെ. എപ്പോഴും ഈ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ടീം കളിക്കാറുള്ളത്. അതുപോലെ തന്നെ ആകാശ് സിംഗ് ആണെങ്കിൽ വലിയ റെക്കോർഡ്സ് ഇല്ല. അതുപോലെ തന്നെ രവി ബിഷ്ണോയ് ഈ ഒരു ഗ്രൗണ്ടിൽ 18 ഇന്നിങ്സ് കളിച്ചിട്ട് 19 വിക്കറ്റും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 8 മത്സരം കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുള്ളത്. പ്രിൻസ് യാദവ് വലിയ റെക്കോർഡ്സ് ഇല്ല. ഷർദുൽ താക്കൂർ ആണെങ്കിൽ അദ്ദേഹം 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 4 വിക്കറ്റും അഗെയിൻസ്റ്റ് SRH ആയിട്ട് 16 ഇന്നിങ്സ് കളിച്ച് 17 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ദിഗ്വേഷ് റാത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റ് മാത്രമേ നേടിയില്ല. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 1 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് SRH പ്ലേയേഴ്സിൻ്റെ കീ റെക്കോർഡ്സാണ്. സോ അതിന് മുന്നേ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താറുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ കുബേര ഫാൻസി. സോ ഈ ഒരു ആപ്പിൽ എന്താ ഉള്ളതെന്ന് എല്ലാവരും ചോദിക്കും. ഇതിൽ ഡ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ ബെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. 5 പ്ലേയേഴ്സിൽ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ഇതിൽ നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? ഗില്ലാണോ? അപ്പോൾ നിങ്ങൾ ഗില്ലിനെ എടുത്ത് പോവുക. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലൊരു പ്ലെയർ വരും. അത് ആരുടെ ആയിരിക്കാം? ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള 2 പേര്, ഇത് 3 പേര് കളിക്കുന്നതാണ്. ഏകദേശം 300 രൂപ ഇട്ട് 800 രൂപ കിട്ടും. അപ്പോൾ ഇതിൽ 3 പേര് കളിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ജോസ് ബട്ട്ലറിനെയും ശുഭ്മാൻ ഗില്ലിനെയും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രാഹുൽ തിവാട്ടിയ, ഷാറൂഖ് ഖാൻ, റൂദർഫോർഡ് ഇതിൽ ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പിക്ക് ചെയ്യുന്ന ആളാണ് മറ്റുള്ള ആളെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വിന്നാം. അങ്ങനെ സിമ്പിളായിട്ട് നല്ല ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ആപ്പ് തന്നെ നമ്മുടെ കുബേര ഫാൻസി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെങ്കിൽ 1 lakh rupees ഫ്രീ ഗീവ് കിട്ടുന്നത് നമ്മുടെ വിഷൻ 11 തന്നെയാണ്. നല്ല രീതിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. ഇപ്പോൾ ഈ ഒരു മാച്ച് എടുത്ത് നോക്കിയാൽ കൂടെ നമ്മൾ ഈ ഒരു മാച്ച് ഓപ്പൺ ആയിട്ടില്ല, എന്നാൽ കൂടെ ആ ഒരു മാച്ചിൽ നമുക്ക് 1 lakh rupees ഫ്രീ ഗീവ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വിഷൻ 11 ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വേറൊരു ആപ്പ് കൂടിയുണ്ട്, 1 lakh rupees ഫ്രീ ഗീവ് ഡെയിലി കൊടുക്കുന്ന വേറൊരു ആപ്പാണ്. ആപ്പിൻ്റെ പേരാണ് നമ്മുടെ മൈ മാസ്റ്റർ 11. സോ ഇതിൽ വന്നിട്ടില്ല, ഗീവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ മൈ മാസ്റ്ററിലും. 1 lakh rupees ഫ്രീ ഗീവ് ചെയ്യണം. ഫസ്റ്റ് വന്ന 20,000 ആണ്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് 11 എന്ന് പറയുന്നത്. ഇതിലും കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 ഒരാളെ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വിന്നാകാൻ പറ്റുന്ന കിടില ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സലിനാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ചെറിയ എമൗണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു പൊട്ട ടീമായിട്ട് എന്നാൽ കൂടെ എനിക്ക് ഇവിടെ 261 ഇട്ടിട്ട് 161 ഇട്ട് 100 രൂപ ലോസ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നാൽ കൂടെ ഇത് നമുക്ക് എത്ര ലോസാണ് വന്നിരിക്കുന്നത്. ഒരു ഊള ടീമാണ്. ഇതിൽ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറെ കൂടെ മര്യാദയ്ക്കില്ല. കാരണം ഇതിനെക്കാട്ടിലും ഡബിളും ട്രിപ്പിളും പോയിൻ്റ് എടുത്ത പ്ലെയേഴ്സ് എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ ടീമിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഉള്ള ടീം ഇട്ടിട്ടുകൂടെ എനിക്ക് അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് കയറിയായിരുന്നു. സോ എന്തായാലും ഈ ഒരു XL11 ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്പാണ് നമ്മുടെ OG11 എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ കൊണ്ട് തന്നെ ഈസി ആയിട്ട്
ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഈ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ കുറേ മാച്ചസ് കാണാൻ പറ്റും. ഈ ഒരു മാച്ചിന് നിങ്ങൾക്ക് ഒരൊറ്റ അടിക്ക് 20 ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾ വെറും 20 രൂപയെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പാണിത്. ഒരൊറ്റ അടിക്ക് നിങ്ങൾക്ക് അത്രയും ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷൻ ഈ ഒരു ആപ്പിലുണ്ട്. എന്തായാലും ട്രൈ ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. വെറുതെ പറഞ്ഞ് ഞാൻ ലാഗ് ആക്കുന്നില്ല. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ടീം, അതായത് SRH പ്ലെയേഴ്സിൻ്റെ റെക്കോർഡ്സാണ്. ആദ്യം തന്നെ ട്രാവിസ് ഹെഡിനെ പറ്റിയാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 136 റൺസാണ് നേടിയിട്ടുള്ളത്. റീസെൻ്റായിട്ട് അദ്ദേഹം 66 റൺസ് എടുത്തു. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 101 റൺസും 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, നല്ല ഫോമിലായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് അഭിഷേക് ശർമ്മ. ഇഷാൻ കിഷനാണെങ്കിൽ 2 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 91 റൺസാണ് നേടിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് LST ആയിട്ട് 7 മത്സരം കളിച്ച് 141 റൺസാണ് നേടിയിട്ടുള്ള ഒരു മോഡറേറ്റ് ഫോമായിട്ടുള്ള പ്ലെയറാണ്. ബട്ട് ഈ ഒരു സീസൺ ഭയങ്കര ഷോക്കം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സച്ചിൻ ബേബി റീസെൻറ്റ് ഫോം, അദ്ദേഹം നല്ല ഫോമിലാണ്. പക്ഷേ ഒരു IPL അദ്ദേഹം ഒരു മാച്ച് എന്തോ കളിച്ചിട്ടുണ്ടോ, വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ബട്ട് അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്, നമ്മുടെ കേരള പ്ലെയറാണ്. ദെൻ ഹെൻറിസ് ക്ലേസൺ ഈ ഒരു അഗെയിൻസ്റ്റ് LST ആയിട്ട് 2 മത്സരം കളിച്ച് 73 റൺസ് എടുത്ത് നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ്. റീസെൻ്റൊക്കെ നല്ല ഫോമായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ അങ്കിത് വർമ്മ, അദ്ദേഹം ഈ ഒരു അഗെയിൻസ്റ്റ് LST ആയിട്ട് 1 മത്സരം കളിച്ച് 36 റൺസാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഭിനവ് മനോഹർ ആണെങ്കിൽ 3 മത്സരം അഗെയിൻസ്റ്റ് LST ആയി കളിച്ച് 20 റൺസ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 3 റൺസ് എടുത്തുള്ളൂ. ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പാറ്റ് കുമിൻസ് ഇല്ലല്ലോ, പാറ്റ് കുമിൻസ് ഇല്ല കേട്ടോ. ഹർഷൽ പട്ടേലാണ്. ഹർഷൽ പട്ടേലിനെ പറ്റി പറയുമ്പോൾ 2 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 1 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് LST ആയിട്ട് 6 മത്സരം കളിച്ച് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇഷാൻ മല്ലിംഗ 2 വിക്കറ്റാണ് ഈ ഒരു മാച്ചസിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജയദേവ് ഉദൻകൺ വിക്കറ്റ്സ് പോലെ റെക്കോർഡ്സിൽ അഗെയിൻസ്റ്റ് LST ആയിട്ട് 3 മത്സരം കളിച്ച് 2 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. സേഷൻ അൻസാരി 3 മത്സരം കളിച്ചിട്ട് വിക്കറ്റ്സ് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. കീ ഇൻസൈറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ SRHലെ ടോപ്പ് ബാറ്റ്സ്മാൻമാരാണ് നമ്മുടെ ഹെഡ് അഭിഷേക് ശർമ്മ, കിഷൻ. ഇവരെ ഔട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ SRH തീർന്നു. അതുപോലെ തന്നെ ആവേശ് ഖാൻ, ബിഷ്ണോയ് ഇവർ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള സ്റ്റേഡിയമാണ്, ഗ്രൗണ്ടാണ്. അവർക്ക് നല്ല റെക്കോർഡ്സും വിക്കറ്റ് എടുത്ത് നല്ല ശീലമുള്ള പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ പന്ത്, പൂറൻ, മാർഷ് 3 പേര് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റൺസും സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബൗളിങ്ങിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹർഷൽ പട്ടേൽ അതുപോലെ തന്നെ മല്ലിംഗയാണ്, അതായത് ഇഷാൻ മല്ലിംഗ മാത്രമാണ് ഉള്ളത്. LST മിഡിൽ ഓർഡർ ഡെത്ത് ഓവറിലൊക്കെ ഇവരുടെ വിക്കറ്റ്സ് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് ഓപ്പോസിറ്റുള്ള ടീമിൻ്റെ ഈ പ്ലെയേഴ്സ് വന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഈ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് ഏത് ആപ്പ് എടുക്കാം? HL11 എടുക്കാം. HL11 പക്ഷേ ആ ഒരു ഇത് വന്നിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ എല്ലാ മാച്ചസിലും ഇപ്പോൾ നോക്കി ആ മാച്ച് ഇതുവരെ ആയിട്ട് ഓപ്പൺ ആയില്ല. അതായത് ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു മാച്ചിൻ്റെ വരുന്നതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈ മാസ്റ്റർ ആയാലും അപ്ലൈ കണ്ടല്ലോ അല്ലേ. നോക്കാം നമുക്ക്. LST vs SRH നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നിക്കോളസ് പൂറനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ക്ലേസനെയും കൊണ്ടുവരാം. ഓക്കെ, ബോളിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ പാറ്റ് കുമിൻസ് വേണ്ട, പോകുന്നതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ, ആവേശ് ഖാൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ മല്ലിംഗയും ചൂസ് ചെയ്യുക. മാർക്കം, അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ ആയുഷ് ബദോനി എന്തായാലും ടീമിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ മാഷൻ, ട്രാവിസ് ഹെഡിനെ എന്തായാലും ടീമിലോട്ട് കൊണ്ടുവരിക. പിന്നെ നമുക്ക് എന്തായാലും ബൗളിങ്ങിൽ നിന്ന് ഒരാളെ കൂടെ എടുക്കാം. അത് നമുക്ക് വിഷ്ണോയ് ചൂസ് ചെയ്യാം. ഓക്കെ, ഏകദേശം ടീം സെറ്റായിട്ടുണ്ട്. ക്യാപ്റ്റൻ VC ഓപ്ഷൻസിൽ ഞാൻ തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മയാണ് ക്യാപ്റ്റൻ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ അത് നിങ്ങളുടെ ഓപ്ഷനിൽ കൊടുക്കാം. ബട്ട് എന്നാൽ കൂടെ എനിക്കൊരു സേഫ് ആയിട്ട് തോന്നിയത് ക്ലേസനാണ്. സോ അദ്ദേഹത്തെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിവ്യൂ ടീം ഒന്ന് നോക്കുന്ന സമയത്ത് ക്ലേസൻ, അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, നമ്മുടെ മിച്ചൽ മാർഷ്, ആയുഷ് ബദോനി, അഭിഷേക് ശർമ്മ, മാർക്കം, അതുപോലെ ഹർഷൽ പട്ടേൽ, ഇഷാൻ മല്ലിംഗ, ആവേശ് ഖാൻ, രവി ബിഷ്ണോ, ഇത്രയും പേരേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സോ അതിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ടീംസൊക്കെ ഷെയർ ചെയ്യാറുള്ളത് ഇവിടെ തന്നെയാണ്. എന്തായാലും ഒന്ന് ഗ്രൂപ്പിലോട്ട് വരിക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.